വിഷ്വലൈസിംഗ് ലോകത്ത് ഇന്ന് ഏറ്റവും പ്രചാരത്തിലുള്ളതിൽ ഏറ്റവും പവർഫുൾ എന്നറിയപ്പെടുന്ന വെസ്റ്റേൺ മാനിഫെസ്റ്റേഷൻ ടെക്നിക്കാണ് വിഷ്വലൈസിംഗ്. ഒരേ സമയത്ത് തന്നെ ഒരു പ്രാവശ്യം ആ ടെക്നിക്ക് ചെയ്യാനിരിക്കുമ്പോൾ തന്നെ വിവിധങ്ങളായ ലക്ഷ്യങ്ങൾക്കായി ഒരുമിച്ച് ചെയ്യാമെന്നുള്ളതും വിഷ്വലൈസിംഗിന്റെ ഒരു പ്രത്യേകത മാത്രമാണ്. സമ്പത്ത്, ജോലി, ബിസിനസ് വിജയം, വീട്, കാറ്, വിവാഹം, കടബാധ്യതകൾ, ഉൾപേടികൾ, ആത്മവിശ്വാസക്കുറവ്, റിലേഷൻ തുടങ്ങി ജീവിതത്തിന്റെ നാനാ മേഖലകളിലുമുള്ള എല്ലാ ലക്ഷ്യങ്ങളും നേടുന്നതിനും എല്ലാ പ്രോബ്ലങ്ങളും മറികടക്കുന്നതിനും വിഷ്വലൈസിംഗ് ഉപയോഗിക്കാം. ഇനി വിഷ്വലൈസിംഗിനെ കുറിച്ച് ഏതാനും ചെറിയൊരു ആമുഖം മാത്രം പറഞ്ഞതിന് ശേഷം ബാക്കി വിശദീകരണങ്ങളിലേക്കും സംശയ ദൂരീകരണത്തിലേക്കും പോകാം. എഴുത്തുകാരനും മൈൻഡ് പവർ ഗവേഷകനുമായിരുന്ന 1860 അമേരിക്കയിൽ ജനിച്ച വാല്ലസ് ഡി വാട്ട്ലസ് ആണ് വിഷ്വലൈസിംഗിന്റെ ആധുനിക രീതിയുടെ ഉപജ്ഞാതാവ്. ഓപ്ര വിൻഫ്രി, അർണോൾഡ് ഷ്വാസ്നഗർ, ബറാക് ഒബാമ, ധിരുഭായ് അംബാനി തുടങ്ങിയ നിരവധി പ്രമുഖർ തങ്ങളുടെ ജീവിത വിജയത്തിന് വേണ്ടി പ്രയോഗിച്ച് വിജയിപ്പിച്ച ടെക്നിക്കാണ് എന്നതും ഈ ടെക്നിക്കിന്റെ ജനപ്രീതി വർദ്ധിപ്പിച്ചതിൽ നിർണായക പങ്ക് വഹിച്ച ഘടകമാണ്. ഒരു ദിവസം ജസ്റ്റ് 5 മിനിറ്റ് മാത്രം മാറ്റി വെച്ചുകൊണ്ട് ആർക്കും സിമ്പിളായി ചെയ്യാവുന്ന ഒരു ടെക്നിക്കാണിത്. ഇന്നത്തെ കാലത്ത് ഏതാണ്ട് എല്ലാവർക്കും അറിയുന്ന ഒരു ടെക്നിക്കാണ് വിഷ്വലൈസിംഗ്. എന്നിരുന്നാലും ഇനിയും ആരെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയും അറിയുന്നവരിൽ തന്നെ കുറച്ചുകൂടെ കൂടുതൽ വ്യക്തമായി ഏറ്റവും പവർഫുൾ ആയ രീതി അറിയണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുമാണ് ഈ വീഡിയോ. വ്യക്തമായി പഠിപ്പിക്കാം. ഇനി നമുക്ക് ആ ടെക്നിക്ക് പോയതിനു ശേഷം, ടെക്നിക്ക് പഠിച്ചതിന് ശേഷം വിശദീകരണങ്ങളിലേക്ക് പോകാം. കാരണം ടെക്നിക്ക് പറയുന്നതിന് മുൻപ് ആ വിശദീകരണങ്ങൾ പറഞ്ഞ് വലിച്ചു നീട്ടൽ പോലെ തോന്നാതിരിക്കാൻ വേണ്ടിയാണ്. പക്ഷേ ഒരു വ്യക്തതയും കൃത്യതയും, ഈ ടെക്നിക്ക് എങ്ങനെയാണ് ഏറ്റവും ശരിയായി ചെയ്യേണ്ടതെന്നുള്ള വ്യക്തതയും കൃത്യതയും വരുന്നതിന് വീഡിയോ മുഴുവനായും കാണുകയാണ് ഉചിതമെന്നും ഓർമ്മിപ്പിക്കുന്നു. സ്വസ്ഥമായി ഒരിടത്തിരുന്ന് കണ്ണുകൾ അടച്ച് ചമ്രം പടിഞ്ഞിരിക്കണമെന്നോ നിലത്തിരിക്കണമെന്നോ ഒന്നുമില്ല. ഒരു ആം ചെയറിലോ എവിടെയാണോ സ്വസ്ഥമായിരിക്കാൻ കഴിയുന്നത് കിടന്നുകൊണ്ട് ചെയ്യാതിരിക്കുകയാണ് കൂടുതൽ ഉത്തമം. ഉറങ്ങിപ്പോകാനുള്ള സാധ്യതയുണ്ടാവും. ചാരി ഇരിക്കുമ്പോഴും ഉറങ്ങിപ്പോകാതിരിക്കാനുള്ള ഒരു ശ്രദ്ധയുണ്ടാവണം. അതുകൊണ്ടാണ് നടുവ് നിവർന്നിരിക്കുക എന്നുള്ളൊരു കമാൻഡ് പണ്ടുകാലം മുതൽ വരുന്നത്. അത്യാവശ്യം ചാരാതെ നടുവ് നിവർന്നാണെങ്കിൽ ഉറങ്ങിപ്പോകാനുള്ള ടെൻഡൻസി ഇല്ലാതിരിക്കും. ഏതായാലും ഉറങ്ങിപ്പോകാതിരിക്കാനുള്ള ശ്രദ്ധയുണ്ട് എന്നുണ്ടെങ്കിൽ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇരിക്കാം. സ്വസ്ഥമായി 5 മിനിറ്റ് ഇരുന്ന് കണ്ണടച്ചിരുന്നു കൊണ്ട് ലക്ഷ്യങ്ങളെല്ലാം ഒരു ചിത്രം കാണുന്നത് പോലെയോ ചലച്ചിത്രം കാണുന്നത് പോലെയോ മനസ്സിൽ സങ്കല്പിക്കുക. ചിത്രം കാണുന്നത് പോലെയോ ചലച്ചിത്രം കാണുന്നത് പോലെയോ സങ്കല്പിക്കുക. വ്യക്തമായി ശ്രദ്ധിക്കുക. ലക്ഷ്യങ്ങൾ നേടിക്കഴിഞ്ഞതിന് ശേഷമുള്ള കാര്യങ്ങളാണ് സങ്കല്പിക്കേണ്ടത്. വിഷ്വലൈസിംഗ് എന്ന ടെക്നിക്ക് മാനിഫെസ്റ്റേഷന് വേണ്ടി, ലക്ഷ്യ സാക്ഷാത്കാരത്തിന് വേണ്ടി ചെയ്യുമ്പോൾ മാർഗം കാണേണ്ടതില്ല. അത് നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ പകൽ സമയങ്ങളിലെ നമ്മുടെ അധ്വാന സമയത്ത് അതിനെക്കുറിച്ച് പ്ലാൻ ചെയ്യുകയും അത് നടപ്പാക്കുകയും ചെയ്യുക. മാർഗങ്ങൾ പകൽ സമയത്ത് പ്ലാൻ ചെയ്യുകയും നടപ്പാക്കുകയും ചെയ്യുക. മാനിഫെസ്റ്റേഷന് വേണ്ടി വിഷ്വലൈസിംഗ് എന്ന ടെക്നിക്ക് ചെയ്യുമ്പോൾ മാർഗമല്ല കാണേണ്ടത്, ലക്ഷ്യം നടപ്പായതിനു ശേഷമുള്ള അവസ്ഥകൾ. കാരണം നമുക്ക് ആ ലക്ഷ്യം നടപ്പായതിനു ശേഷമുള്ള അവസ്ഥകൾ, അതാണ് നമുക്ക് നടപ്പായി കിട്ടേണ്ടത്. അത് നമ്മുടെ ബ്രെയിനിനെ കൊണ്ട്, നമ്മുടെ ഉപബോധ മനസ്സിനെ കൊണ്ട് നേടിയെടുപ്പിക്കാനുള്ള മൈൻഡ് പവർ ടെക്നിക്കാണ് വിഷ്വലൈസിംഗ്. അതുകൊണ്ട് ബ്രെയിനിലേക്ക് കൊടുക്കേണ്ടുന്നത് ലക്ഷ്യമാണ്. അതായത് ലക്ഷ്യം നേടിക്കഴിഞ്ഞതിന് ശേഷമുള്ള കാര്യങ്ങളാണ്. ഇനി വിവിധങ്ങളായ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി എങ്ങനെയാണ് വിഷ്വലൈസിംഗ് ചെയ്യേണ്ടത് എന്നുള്ളത് ഓരോരോ വ്യത്യസ്തങ്ങളായ ലക്ഷ്യങ്ങൾ ഉദാഹരണമാക്കിക്കൊണ്ട് തന്നെ നമുക്ക് പഠിക്കാം. ഒരുപക്ഷെ ഈ ടെക്നിക്ക് ആദ്യമായി കാണുന്നവർക്ക്, ആദ്യമായി അറിയുന്നവർക്ക് ചില കാര്യങ്ങൾ ബാലിശമായി തോന്നിയേക്കാം. ഒരു ബാലിശതയുമില്ല. അത് വളരെ സയന്റിഫിക് ഫാക്ടറാണ്. സയന്റിഫിക് വസ്തുതയാണ്. ഡീറ്റെയിൽസ് നമ്മുടെ ബ്രെയിനിലേക്ക് കൊടുക്കുന്ന ഒരു ഭാഗമാണത്. ഉപബോധ മനസ്സാണ് ലക്ഷ്യങ്ങൾ നേടിത്തരിക എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അതൊരിക്കൽ കൂടെ ഓർമ്മിപ്പിക്കുന്നു. ഉപബോധ മനസ്സിലേക്ക് വ്യക്തമായ ലക്ഷ്യങ്ങൾ കൊടുക്കുന്നതിന്റെ ഭാഗമാണെല്ലാം തന്നെ. അത് ഇനിയും ആർക്കെങ്കിലും അത് ബാലിശമായി തോന്നുന്നുവെങ്കിൽ നമുക്കത് ഇന്നുവരെ അറിയാത്തത് കൊണ്ടാണ്. അത് പുതുതായി അറിയുന്ന ഒരു കാര്യമാകുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും അത് ആവശ്യമെങ്കിൽ വീണ്ടും സെർച്ച് ചെയ്യുകയും പഠിക്കാൻ നമുക്ക് ശ്രമിക്കുക. ഇനി നമുക്ക് ഓരോരോ ലക്ഷ്യങ്ങൾ എങ്ങനെയാണ് നേടാനായി ഉപയോഗിക്കേണ്ടത് നമുക്ക് പഠിക്കാം. ഉദാഹരണം, ആദ്യമായിട്ട് ഒരു മനോഹരമായ വീടാണ് ലക്ഷ്യമിടുന്നതെങ്കിൽ, വീടുള്ളവരാകട്ടെ ഇല്ലാത്തവരാകട്ടെ, ഇനി പുതുതായ ഒരു വീടാണ് ലക്ഷ്യമിടുന്നതെങ്കിൽ കണ്ണടച്ചിരുന്നു കൊണ്ട് ആ വീട് നേടിക്കഴിഞ്ഞതിന് ശേഷമുള്ള അവസ്ഥകൾ, അതിൻ്റെ മാർഗങ്ങളല്ല, നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഇനി എല്ലാം എപ്പോഴും വാരി വലിച്ച് വിശദീകരിക്കുന്നില്ല. പക്ഷേ എത്ര വിശദീകരിച്ചാലും പലപ്പോഴും നിരവധി സംശയങ്ങൾ വരാറുണ്ട്. വിശദീകരണം കൂടിയാൽ ലാഗ് ആണെന്നും പറയാറുണ്ട്. ഏതായാലും എല്ലാവർക്കും മനസ്സിലാകാത്ത രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാം. ആ വീട് നേടിക്കഴിഞ്ഞതിന് ശേഷമുള്ള അവസ്ഥ, ആ വീട് നേടിക്കഴിഞ്ഞതിന് ശേഷമുള്ള തൊട്ടടുത്ത നിമിഷം മുതലാകാം. ആ വീടിൻ്റെ പാല് കാച്ചൽ, കയറി താമസം, ആ ഫസ്റ്റ് സെറിമണി, എന്തോ ആവട്ടെ, ആ ഒരു സമയം മുതൽ അതിഥികളൊക്കെ വീട്ടിലേക്ക് വരുന്നു, പിരിഞ്ഞു പോകുന്നു. അങ്ങനെ അത് കണ്ണടച്ചിരുന്നാണ്, ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് കണ്ണു തുറന്ന് പറയുന്നത്. കണ്ണടച്ചിരുന്നുകൊണ്ട് അത് ഹാപ്പിയായി, സ്ട്രോങ് ആയി, സെൻറ്റി അടിച്ചല്ല എന്നുള്ളത് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. ഇപ്പോൾ അതൊരു തെറ്റിദ്ധാരണ പലയിടങ്ങളിൽ നിന്നും കടന്നു വന്നിട്ടുണ്ട്. അത് മറ്റു പല ടെക്നിക്കുകളും പരിശീലിച്ചവരുടെ ആ ടെക്നിക്കിലെ സെന്റിമെന്റ്സിന്റെ
പോലെ അലയൊലി കടന്നു വരുന്നതാണ്. സെന്റി അടിച്ചല്ല ഇത് കാണേണ്ടത്. വളരെ ഹാപ്പിയായി, ബോൾഡായി, ധീരമായാണ് ഇത് കാണേണ്ടത്. വളരെ ബോൾഡായി, കരുത്തോടെയാണ് ഇത് സങ്കല്പിക്കേണ്ടത്. നമ്മളത് ഹാപ്പിയായി എൻജോയ് ചെയ്യുന്നു. അത്യാവശ്യം നിങ്ങളുടെ സ്വാഭാവികമായിട്ടുള്ള സെന്റി വന്നാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ മനഃപൂർവ്വം സെന്റി അടിച്ചിരുന്ന് കാണണമെന്ന് പറയുന്നത് അതൊരു തെറ്റാണ്. ഹാപ്പിനെസ് ഈസ് ദ കീ ടു സക്സസ് എന്നുള്ളതാണ് എൻ്റെ പ്രമാണം. ഹാപ്പിനെസ് ആണ് സന്തോഷമാണ് വിജയത്തിന്റെ താക്കോൽ. ഏതായാലും ഒന്നുകൂടെ നമുക്ക് നോക്കാം. ഇവിടെ കുറച്ച് ഡീറ്റെയിൽസ് കൊടുക്കാനുണ്ട്. ഡീറ്റെയിൽസ് മീൻസ് കുറച്ച് വിശദാംശങ്ങളിലേക്ക് കടക്കേണ്ടതുണ്ട്. ഈ ടെക്നിക്ക് ചെയ്യുമ്പോൾ എല്ലാ ടെക്നിക്കുകളിലും എല്ലാ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ചെയ്യുമ്പോഴും കണ്ണടച്ചിരുന്നു കൊണ്ട് വീട് നേടിക്കഴിഞ്ഞ അതിന് ശേഷമുള്ള അവസ്ഥകൾ, അത് അടുത്ത മിനിറ്റ് ആകാം, അടുത്ത മണിക്കൂറുകളാകാം, അടുത്ത ദിവസങ്ങളാകാം, ഏതായാലും ആ വീട് നേടിക്കഴിഞ്ഞതിന് ശേഷമുള്ള അവസ്ഥകൾ. ഏറ്റവും ഫസ്റ്റ് വീടിൻ്റെ ഒക്കെ കാര്യത്തിലാകുമ്പോൾ ആ ഫസ്റ്റ് സെറിമണി തന്നെയാണ് ഏറ്റവും ഉചിതം. നിങ്ങളും ഉറ്റവരും ചേർന്ന്, വൈഫാവട്ടെ മക്കളാകട്ടെ, നിങ്ങളും ഉറ്റവരും ചേർന്ന് ആ വീടിനുള്ളിലേക്ക് കടന്നു ചെല്ലുന്നു. അതിഥികളൊക്കെ അവിടെ ഇരിക്കുന്നു, അതിഥികളുമായിട്ട് കുശലം പറയുന്നു. നിങ്ങൾ പല പ്രാവശ്യം നോക്കിയതാണെങ്കിലും ജസ്റ്റ് ആ സ്വിച്ച് ഒന്നിട്ട് നോക്കുന്നു. അതിനാണ് ഡീറ്റെയിൽസ് എന്ന് പറയുക. സ്വിച്ച് ഒന്നിട്ട് നോക്കുന്നു, ടാപ്പ് ഒന്ന് തുറന്നു നോക്കുന്നു. അങ്ങനെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ പോലും ഇത് ബാലിശമെന്ന് തോന്നിക്കരുത്. അപ്പോഴാണ് ബ്രെയിനിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് ലക്ഷ്യം കിട്ടാനുള്ളത് എളുപ്പമാകുന്നത്. അതിനുശേഷം അതിഥികളൊക്കെ പിരിഞ്ഞു പോകുന്നു. നിങ്ങൾ ഒരുപക്ഷെ സ്നേഹത്തോടെ നിങ്ങളുടെ ഉറ്റവരുടെ, വൈഫിന്റെ, മക്കളുടെ വായിലേക്ക് ഒരു ലഡു പൊട്ടിച്ചു വെച്ച് കൊടുക്കുന്നു. ഡീറ്റെയിൽസ്. അപ്പോൾ അത്തരം ആ വീടിന്റെ കയറിത്താമസം ആദ്യ ദിവസം വീട് നേടിക്കഴിഞ്ഞതിന് ശേഷമുള്ള അവസ്ഥകൾ വൃത്തിയായി ഭംഗിയായി സങ്കല്പിക്കുന്നു. എല്ലാവർക്കും ഒരുപോലെ അത് വ്യക്തത കിട്ടിക്കൊള്ളണമെന്നില്ല, വ്യക്തത വേണമെന്നില്ല. ഒരു മൂഡ് പോലെ, ഒരു പുക പോലെയാണെങ്കിലും കുഴപ്പമില്ല. ആ ലക്ഷ്യങ്ങൾ ആ വീട് നേടിക്കഴിഞ്ഞതിന് ശേഷമുള്ള അവസ്ഥ, അത് നിങ്ങളുടെ മനസ്സിലൊരു ആഗ്രഹവും പ്ലാനും ഉണ്ടാകുമല്ലോ. ഇവിടെ ഉദാഹരണമാണ് പറയുന്നത്. നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹവും പ്ലാനും പോലെയുള്ള ആ വീടും അതിനുശേഷം നിങ്ങൾ അവിടെ എങ്ങനെയായിരിക്കും എന്നുള്ളതൊക്കെ നിങ്ങളുടെ മനസ്സിലൊരു പ്ലാൻ ഉണ്ടാകാം. ഇല്ലെങ്കിൽ ഒരു പ്ലാൻ ഉണ്ടാക്കുക, എന്നിട്ട് ആ സംഭവങ്ങൾ നടക്കുന്ന സീനുകൾ, ആ വീട് നേടിക്കഴിഞ്ഞതിന് ശേഷം നടക്കുന്ന സംഭവങ്ങൾ, ഇത് വ്യക്തമാണ്. ഇവിടെയാണ് കൺക്ലൂഷൻ. ആ വീട് നേടിക്കഴിഞ്ഞതിന് ശേഷം അവിടെ നടക്കുന്ന സംഭവങ്ങൾ നിങ്ങളൊന്ന് വിഷ്വലൈസ് ചെയ്യുക, സങ്കല്പിക്കുക. സിനിമ കാണുന്നത് പോലെയോ ചിത്രം കാണുന്നത് പോലെയോ, വീടിൻ്റെയൊക്കെ കാര്യത്തിൽ അതൊരു സിനിമ കാണുന്നത് പോലെ കാണുകയാണ് ഉചിതം. ഈ കാര്യം വ്യക്തമാണെന്ന് കരുതുന്നു. ഇനി അടുത്തൊരു ഉദാഹരണം നോക്കാം. ഒരുപാട് ലാഗ് അടിക്കാതിരിക്കാൻ വേണ്ടിയും നീണ്ടു പോകാതിരിക്കാൻ വേണ്ടിയുമാണ് വേഗത കൂടി പോകുന്നത്. ചിലർക്ക് വേഗത കൂടുതലാണെന്ന് പറയാറുണ്ട്. ഏതായാലും അതേക്കുറിച്ചുള്ള നിങ്ങളുടെ കമന്റും അഭിപ്രായങ്ങളും ലൈക്കും ഒക്കെ ചെയ്യാൻ ശ്രമിക്കുക, സബ്സ്ക്രൈബും ചെയ്യുക. ഇനി പല പല ലക്ഷ്യങ്ങൾ നമുക്ക് നോക്കാം. അടുത്തത്, ഒരു പ്രത്യേക സ്ഥലം, ഒരു പ്രത്യേകമായിട്ടൊരു വസ്തു വാങ്ങിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ വസ്തു വാങ്ങിക്കഴിഞ്ഞതിന് ശേഷമുള്ള സീനുകൾ. ഇനി സിമ്പിളാണ്, ഇനി അത്രയും വിശദീകരണത്തിന്റെ ആവശ്യമില്ല. ആ വസ്തു വാങ്ങിക്കഴിഞ്ഞതിന് ശേഷമുള്ള അവസ്ഥകൾ, നിങ്ങളും ഉറ്റവരും ചേർന്ന് ആ വസ്തുവിലേക്ക് കടന്നു ചെല്ലുന്നു. അവനവൻ്റെ ആചാരപ്രകാരം നമുക്ക് ചെയ്യാം. ആചാരങ്ങൾ, അതായത് ആർക്കും ദോഷകരമല്ലാത്ത ആചാരങ്ങളൊന്നും സയൻസിന് വിരുദ്ധമൊന്നുമല്ല. അതും ബ്രെയിനിൻ്റെ ലാംഗ്വേജ് തന്നെയാണ്. മണ്ണൊന്ന് തൊട്ട് വന്ദിക്കുന്നു, അല്ലെങ്കിൽ ദുആ ചെയ്യുന്നു, അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നു. എന്താണോ നിങ്ങൾ ആ ലാൻഡിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന സന്തോഷത്താൽ നിങ്ങൾ എന്തൊക്കെ ചെയ്യുമോ അതൊക്കെ ചെയ്യുന്നു. ആ ലാൻഡൊക്കെ നോക്കി നടന്ന് കാണുന്നു. ആ ലാൻഡ് വാങ്ങിക്കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ആ ലാൻഡിലേക്ക് ചെന്നുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന സംഭവങ്ങൾ, വേലി കെട്ടാൻ ആളെ ഏർപ്പാടാക്കുന്നു, ആരെങ്കിലും വിളിച്ച് ഞാൻ ഈ സ്ഥലം മേടിച്ച് കഴിഞ്ഞു എന്ന് പറയുന്നത്. ആധാരം കൈപ്പറ്റുന്ന സീൻ പോലെ തുടങ്ങാം. അതിനെക്കാട്ടിലും കുറച്ചുകൂടെ മെച്ചം, ഞാൻ ഇന്ന സ്ഥലം വാങ്ങിച്ചു കഴിഞ്ഞു, ഒരാളെ പറഞ്ഞുകൂടെ അതൊന്ന് വേലി കെട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ അവിടെ നിങ്ങൾ എന്താണോ പ്ലാൻ ചെയ്യുന്നത് ആ പ്ലാൻ ചെയ്ത കാര്യം നടപ്പാക്കാൻ വേണ്ടി ഒരാളെ വിളിക്കുന്നത്, ഫോൺ ചെയ്യുന്നതും ഒക്കെ ആയിട്ട് അത്തരം കാര്യങ്ങളൊക്കെ ആ സ്ഥലം വാങ്ങിച്ചതിന് ശേഷം നടപ്പാക്കുന്ന കാര്യങ്ങൾ സങ്കല്പിക്കുക. ഇതിൽ അത്രയേ ഉള്ളൂ. ഇനി അടുത്തൊരു ലക്ഷ്യം എടുത്ത് നോക്കാം. ഇനി ഒരു ജോലിയാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ, അത് എന്ത് ജോലി തന്നെയാകട്ടെ, ഒരു പ്രൈവറ്റ് ജോലിയാകട്ടെ, PSC വഴിയുള്ള ഒരു ഗവൺമെന്റ് സർക്കാർ ജോലിയാകട്ടെ, ഒരു വിദേശ ജോലിയാകട്ടെ, ആ ജോലി കിട്ടിക്കഴിഞ്ഞതിന് ശേഷമുള്ള ആദ്യ ദിവസത്തെ അനുഭവങ്ങളാണ് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യേണ്ടത്. കിട്ടും. ആ ജോലി കിട്ടിക്കഴിഞ്ഞതിന് ശേഷമുള്ള ആദ്യ ദിവസ അനുഭവങ്ങൾ. നിങ്ങൾ ആ ഓഫീസിലേക്ക് കടന്നു ചെല്ലുന്നു, ഹാപ്പി ആയിട്ട്, വളരെ സന്തോഷം. അത് ഒരു പക്ഷേ നിങ്ങളുടെ പേരുള്ള സീറ്റാകാം, അതല്ലെങ്കിൽ ഒരു ചെയറാകാം, അല്ലെങ്കിൽ എന്ത് തന്നെയാകട്ടെ. നിങ്ങൾ പ്ലാൻ ചെയ്ത ആ ജോലി കിട്ടിക്കഴിഞ്ഞതിന് ശേഷം ആ ജോലിയിലേക്ക് ആദ്യ ദിവസം പ്രവേശിക്കുന്ന സീനുകളാണ് നിങ്ങൾ ചിത്രങ്ങളായോ ചലച്ചിത്രങ്ങളായോ സങ്കല്പിക്കേണ്ടത്. നിങ്ങൾ അവിടേക്ക് കടന്നു ചെല്ലുന്നു, അവിടെ നിന്ന് ഉച്ചഭക്ഷണം കഴിക്കുന്നു. ഡീറ്റെയിൽസിലേക്ക് പോകാം. അതിനേക്കാൾ ഏറെ പ്രധാനമായി ആ ജോലി കഴിഞ്ഞ് വൈകുന്നേരം വീട്ടിലേക്ക് വരുന്ന സീൻ. വിദേശത്താണെങ്കിൽ വീട്ടിലേക്ക് വിളിച്ചു പറയുന്ന സീൻ. നാട്ടിലാണെങ്കിൽ വീട്ടിലേക്ക് ലഡുവും ഒക്കെ ആയിട്ട് വരുന്നു, വീട്ടിൽ ഉറ്റവർക്കൊക്കെ ലഡുവൊക്കെ പൊട്ടിച്ചു കൊടുക്കുന്നു. വിദേശത്താണെങ്കിൽ ജസ്റ്റ് ഹാപ്പി ആയിട്ട് വീട്ടിലെ ഉറ്റവരെ വിളിച്ച് പറയുന്നു, ഇന്നത്തെ ദിവസം ഹാപ്പി ആയിരുന്നു, ഞാൻ ആദ്യ ദിവസം എൻ്റെ ജോലിക്ക് കയറി. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ. ആ ജോലി ഇനി നിങ്ങൾക്കറിയാമത്, ആ ജോലി നേടിക്കഴിഞ്ഞതിന് ശേഷം ആ ആദ്യ ദിവസം ഈവനിങ് ടൈം, പ്രത്യേകിച്ച് രാവിലെ മുതലുള്ളത് നിങ്ങൾക്ക് സങ്കല്പിക്കാം. ആ ജോലിയിൽ നിന്ന് അന്നത്തെ ദിവസം ആ ജോലി വിരമിച്ചതിന് ശേഷം, ആ ജോലി കഴിഞ്ഞ് പുറത്തേക്ക് വന്നതിന് ശേഷം എന്താണോ അവിടെ സംഭവിക്കുക അത് സംഭവിക്കുന്നതായി നിങ്ങൾ എന്ത് ചെയ്യുന്നു, നിങ്ങൾ സങ്കല്പിക്കുന്നു, ചിത്രമായോ ചലച്ചിത്രമായോ. ഇനി വിവാഹമാണെങ്കിൽ
മകളുടെ വിവാഹമാണ് ലക്ഷ്യമെങ്കിൽ മകളുടെ വിവാഹം നടന്നു കഴിഞ്ഞ സീൻ, അത് ഏത് ആചാരപ്രകാരമാകട്ടെ, നിങ്ങളുടെ മതവിശ്വാസവും ഇതുമായിട്ടൊന്നും ഒരു കോൺഫ്ലിക്റ്റ്, ഒരു ഏറ്റുമുട്ടൽ ഉണ്ടാകില്ല. അവനവന്റെ മതവിശ്വാസ പ്രകാരം ആ വിവാഹം കഴിഞ്ഞതിന് ശേഷമുള്ള സീനുകൾ. ഹിന്ദു മതവിശ്വാസികളാണെങ്കിൽ മകളും മരുമകനും ചേർന്ന് പാദം തൊട്ട് വന്നിക്കുന്നു. അപ്പം നിങ്ങൾ ഹാപ്പി ആയിട്ട്, അവിടെ ചിലപ്പോൾ ചെറിയൊരു ആനന്ദ കണ്ണീരൊക്കെ വന്നേക്കാം. സെന്റി അടിച്ച് ചെയ്യുന്നതും സ്വാഭാവികമായി വരുന്ന ആനന്ദ കണ്ണീര് വ്യത്യാസമുണ്ട്. ആ സ്വാഭാവികമായിട്ട് ആനന്ദ കണ്ണീര് വരികയാണെങ്കിൽ അതായിക്കോട്ടെ, പാദം തൊട്ട് നമസ്കരിക്കുന്നു. വരനും മകളും മരുമകനും കൂടെ. നിങ്ങളൊരു ഇസ്ലാം മത വിശ്വാസികളാണെങ്കിൽ നിങ്ങളുടെ വിശ്വാസപ്രകാരം ആ വിവാഹം നടന്നതിന് ശേഷം അവിടെ എന്ത് സംഭവിക്കുമോ അത് നിങ്ങൾ സങ്കല്പിക്കുന്നു. ക്രിസ്ത്യൻ മതവിശ്വാസികളാണെങ്കിൽ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും മതവിശ്വാസികളാണെങ്കിൽ രജിസ്ട്രാർ ഓഫീസിലാണെങ്കിൽ എന്താണോ ആ വിവാഹം നടന്നതിന് ശേഷമുള്ള അടുത്ത മിനിറ്റുകൾ, അടുത്ത മണിക്കൂറുകൾ, ഈവനിങ് വല്ല സെറിമണിയോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നടക്കുന്ന കാര്യങ്ങൾ ആ വിവാഹം നടന്നതിന് ശേഷം. ഇനി സ്വന്തം വിവാഹമാണെങ്കിലും അങ്ങനെ തന്നെ, നമ്മൾ ആഗ്രഹിച്ചതുപോലെ ആ സ്വന്തമായ വിവാഹം നടന്നു കഴിഞ്ഞതിന് ശേഷമുള്ള ആ മുഹൂർത്തങ്ങൾ, ആ സന്ദർഭങ്ങൾ സങ്കല്പിക്കുക. ഒരു നിശ്ചിത സംഖ്യ മാസവരുമാനമാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ അതെങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. ഇനി എല്ലാത്തിനും ഏതാണ്ട് ഒരുപോലെ തന്നെയാണ്. എന്താണോ എങ്കിലും ജോലി, ബിസിനസ്, ആത്മവിശ്വാസം തുടങ്ങിയ കാര്യങ്ങളിൽ എങ്ങനെയാണ് അത് ഓരോന്നും കൂടി വ്യക്തമായി നമുക്ക് നോക്കാം. ഇവിടെ ഒരു നിശ്ചിത സംഖ്യ മാസവരുമാനമാണ് നിങ്ങൾ ഉന്നമിടുന്നതെങ്കിൽ എന്താണോ നിങ്ങൾ ഉദ്ദേശിച്ച ആ സംഖ്യ അത് ഓരോ മാസവും നേടിക്കഴിഞ്ഞതിന് ശേഷമുള്ള സംഭവങ്ങൾ, ആ സീനുകൾ, അത് ഒരു പ്രാവശ്യത്തെ എല്ലാം അവിടെ ആകുമ്പോൾ ആ ഓരോ മാസവും അത് വ്യത്യസ്തമായി ഒന്ന് ചിന്തിക്കുക, സങ്കല്പിക്കുക. ആ ഒരു എമൗണ്ട് സ്വീകരിച്ചു കഴിഞ്ഞു, നിങ്ങൾ വീട്ടിലേക്ക് വിളിച്ച് പറയുന്നു. വിദേശത്താണെങ്കിൽ വീട്ടിലേക്ക് വിളിച്ച് പറയുന്നു. നാട്ടിലാണെങ്കിൽ സ്വീറ്റ്സ് ഒക്കെ ആയിട്ട് വീട്ടിലേക്ക് പോകുന്നു. ആ സംഖ്യ നേടിക്കഴിഞ്ഞതിന് ശേഷമുള്ള അവസ്ഥകൾ, അതൊരു ഡ്രാഫ്റ്റ് ആകട്ടെ, ചെക്ക് ആകട്ടെ, അതല്ലെങ്കിൽ ബാങ്ക് ട്രാൻസ്ഫർ ആകട്ടെ, അതിൻ്റെ സാലറി സ്ലിപ്പ് ആകട്ടെ, ക്യാഷ് ആകട്ടെ, ഏത് രീതിയിൽ സ്വീകരിച്ചു കഴിഞ്ഞാലും ആ സ്വീകരിച്ച് കഴിഞ്ഞതിന് ശേഷമുള്ള ആ എമൗണ്ട് ആ സാലറി സ്ലിപ്പിലേക്ക് നിങ്ങൾ നോക്കുന്നു, ഹാപ്പി ആകുന്നു. അത് വൈകുന്നേരം ഡ്യൂട്ടി കഴിഞ്ഞ ഉടനെ പുറത്തേക്ക് ഇറങ്ങി വീട്ടിലേക്ക് വിളിച്ച് പറയുന്നു, സ്വീറ്റ് ഒക്കെ ആയിട്ട് പോകുന്നു. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ. നിങ്ങൾക്കറിയാം, അതല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ എന്താണോ പ്ലാൻ ഉള്ളത്. ഇപ്പൊ ഞാൻ പറയുന്നത് മാത്രമല്ല, ഞാൻ സൂചനകളാണ് നൽകുന്നത്. നിങ്ങളുടെ മനസ്സിൽ ചില പ്ലാനുകൾ ഉണ്ടാകുമല്ലോ, ആ ഒരു സംഖ്യ കിട്ടിയാൽ എന്ത് ചെയ്യണമെന്നുള്ളത്, ആ സംഭവം. അപ്പൊ നിങ്ങളുടെ ആ ഇഷ്ടങ്ങൾ, ആ സംഖ്യ നേടിയതിനു ശേഷം നിങ്ങൾ അവിടെ എന്ത് നടക്കുമോ അത് ചിത്രങ്ങളായോ ചലച്ചിത്രങ്ങളായോ സങ്കല്പിക്കുക. ഇനി മറ്റൊരു ലക്ഷ്യം, ഒരു വലിയ ഫിനാൻഷ്യൽ ഗോൾ, ഒരു വലിയ ഫിനാൻഷ്യൽ അച്ചീവ്മെന്റ് ആണ് ഉന്നമിടുന്നതെങ്കിൽ, ഒരു വമ്പൻ ഫിനാൻഷ്യൽ അച്ചീവ്മെന്റ് ആണെങ്കിൽ ആ വമ്പൻ ഫിനാൻഷ്യൽ അച്ചീവ്മെന്റ് അത് ചിലപ്പോൾ ഒരു ലംസം എമൗണ്ട് ആയിരിക്കാം. ചിലപ്പോൾ 100 കോടിയോ 1000 കോടിയോ, ഇതൊന്നും ബാലിശമൊന്നുമല്ല, അങ്ങനെയൊക്കെ നേടിയ അനേകരുണ്ട്. അപ്പോൾ ആ ഒരു വൻ എമൗണ്ട് നേടിക്കഴിഞ്ഞതിന് ശേഷമുള്ള അവസ്ഥ, ആഹാ, നിങ്ങളുടെ അക്കൗണ്ടിൽ ആ എമൗണ്ട് റിഫ്ലക്റ്റ് ആവുന്നു. അതല്ലെങ്കിൽ ഏത് രീതിയിലോ, മറ്റേ മെയിലിലോ അല്ലെങ്കിൽ മെസ്സേജ് ആയിട്ടോ നിങ്ങളുടെ അക്കൗണ്ട് തുറന്ന് നോക്കുമ്പോഴോ ആ എമൗണ്ട് റിഫ്ലക്റ്റ് ആവുന്നു, അതവിടെ കാണുന്നു. ഹാപ്പി. നിങ്ങളത് വീട്ടിലേക്ക് വിളിച്ച് പറയുന്നു, അമ്മയെ വിളിച്ച് പറയുന്നു, വൈഫിനെ വിളിച്ച് പറയുന്നു, നിങ്ങളുടെ ഏറ്റവും ഒറ്റ ആളിനെ, സുഹൃത്തിനെയോ വിളിച്ച് പറയുന്നു, എൻ്റെ ആ ഗോൾ, എൻ്റെ ലക്ഷ്യം നേടിക്കഴിഞ്ഞിരിക്കുന്നു, ഐ എം സോ ഹാപ്പി, നമുക്കടുത്ത് പാർട്ടി. എന്താണോ നിങ്ങൾ പ്ലാൻ ചെയ്യുക ആ സംഗതികൾ നടക്കുന്നതായി സങ്കല്പിക്കുക. ആ ഒരു വൻ ഫിനാൻഷ്യൽ ഗോൾ അച്ചീവ് ചെയ്തതിന് ശേഷം നിങ്ങൾ അവിടെ എന്തൊക്കെ ചെയ്യുമോ, എന്തൊക്കെ അവിടെ സംഭവിക്കുമോ അതൊക്കെ നടക്കുന്നതായി സങ്കല്പിക്കുക. ഇനി ആത്മവിശ്വാസമാണ് വേണ്ടതെങ്കിൽ, അല്ലെങ്കിൽ ആത്മവിശ്വാസ കുറവാണ് പ്രശ്നമെങ്കിൽ അതിന്റെ പരിഹാരത്തിന് വേണ്ടി എങ്ങനെയാണ് വിഷ്വലൈസിങ് ചെയ്യുക എന്ന് നോക്കാം. നിങ്ങൾക്ക് എവിടെയാണോ ആത്മവിശ്വാസമില്ലാത്തത്, ഏതെല്ലാം ഏരിയകളിലാണോ, ഏതെല്ലാം സന്ദർഭങ്ങളിലാണോ, ഏതെല്ലാം സാഹചര്യങ്ങളിലാണോ, ഏതെല്ലാം ഇടങ്ങളിലാണോ നിങ്ങൾക്ക് ആത്മവിശ്വാസം ഇല്ലായ്മ ഫീൽ ചെയ്യുന്നത്, കണ്ണടച്ചിരുന്നിട്ട് ആ സന്ദർഭങ്ങളിൽ നിങ്ങൾ കോൺഫിഡന്റ് ആയി ആത്മവിശ്വാസത്തോടെ ബിഹേവ് ചെയ്യുന്നതായി സങ്കല്പിക്കുക. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിൾ. എവിടെയൊക്കെയാണോ നിങ്ങൾക്ക് ആത്മവിശ്വാസക്കുറവ് തോന്നിക്കുന്നത്, അത് വീട്ടിലാകട്ടെ, റിലേഷൻഷിപ്പിലാകട്ടെ, ഓഫീസിലാകട്ടെ, ഇനി ഒരു പ്രസംഗത്തിൽ, സംസാരത്തിൻ്റെ കൂടെ ഒരുമിച്ച് തന്നെ പറയാം, എവിടെയെങ്കിലും ഒരു സ്റ്റേജിൽ സംസാരിക്കുമ്പോഴാകട്ടെ, ഒരു വ്യക്തിയോട് സംസാരിക്കുമ്പോഴാകട്ടെ, ഓഫീസിൽ പെരുമാറുമ്പോഴാകട്ടെ, ക്ലയൻസിനോട് സംസാരിക്കുമ്പോഴാകട്ടെ, എവിടെയാകട്ടെ, നിങ്ങളുടെ ജീവിതത്തിന്റെ ഏത് ഏരിയയിലാണോ നിങ്ങൾക്ക് കോൺഫിഡൻസ് ഇല്ലാത്തത്, ഫിയർ ഫാക്ടർ ഉള്ളത്, ഇവിടെ നമുക്ക് കോൺഫിഡൻസിന്റെയും ഭയത്തിന്റെയും ഒക്കെ ഒരുമിച്ച് പറഞ്ഞു പോകാം. അപ്പോൾ വീണ്ടും നമുക്ക് ലാഗ് അടിക്കുന്ന അല്ലെങ്കിൽ നീണ്ടു പോകുന്നത് ചുരുക്കാൻ കഴിയും. അപ്പോൾ ഏതായാലും എവിടെയൊക്കെയാണ് നമുക്ക് ആത്മവിശ്വാസം ഇല്ലാത്തത്, എവിടെയൊക്കെയാണ് നിങ്ങൾക്ക് പേടികൾ ഉള്ളത്, ഇപ്പോൾ ഭയപ്പെടുന്ന സാഹചര്യങ്ങളിലും എവിടെയൊക്കെയാണോ ആ സാഹചര്യങ്ങളിൽ ഭയമില്ലാതെ നിങ്ങൾ അവിടെ ആ കാര്യങ്ങൾ നടപ്പാക്കുന്നതായി സങ്കല്പിക്കുക. വ്യക്തമല്ലേ? കോൺഫിഡൻസ് ആണെങ്കിലും അങ്ങനെ തന്നെ. എവിടെയാണോ കോൺഫിഡൻസ് ഇല്ലാത്തത് അവിടെയൊക്കെ ഹൈലി കോൺഫിഡന്റ് ആയി, വളരെ ആത്മവിശ്വാസത്തോടെ ആ കാര്യങ്ങൾ നടപ്പാക്കുന്നതായി കണ്ണടച്ചിരുന്ന് സങ്കല്പിക്കുക. ഭയങ്ങൾ ഉള്ളിടത്ത് ഭയമില്ലാതെ എന്ത് കാര്യങ്ങളാകട്ടെ, ഇനി വിശദീകരിച്ച് നീട്ടുന്നില്ല ഈ ഓരോരോ പോയിന്റുകൾ. എവിടെയാണോ ഭയമുള്ളത് അവിടെ ഭയമില്ലാതെ പെരുമാറുന്നതായി, ആ കാര്യങ്ങൾ നടപ്പാക്കുന്നതായി, ആത്മവിശ്വാസം ഇല്ലാത്ത സന്ദർഭങ്ങളിൽ ആത്മവിശ്വാസത്തോടെ പെരുമാറുന്നതായി കണ്ണടച്ചിരുന്ന് സങ്കല്പിക്കുക.
സങ്കല്പിക്കുക. ഇനി റിലേഷൻഷിപ്പുകളിൽ അത് എന്ത് തന്നെയാകട്ടെ, ഏത് റിലേഷൻഷിപ്പ് ആകട്ടെ, എന്ത് സംഭവിക്കണമെന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് സംഭവിക്കുന്ന സീനുകൾ, നിങ്ങൾ അത് നടപ്പാക്കുന്ന സീനുകൾ എന്ത് തന്നെയാകട്ടെ, ഇവിടെ വിശദീകരണത്തിന്റെ ആവശ്യമില്ല. എന്താണോ ഇപ്പോൾ റോങ് ആയി സംഭവിക്കുന്നത് അതിന് വിരുദ്ധമായി അവിടെ ഹാപ്പിയായി നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സംഭവിച്ചു കഴിഞ്ഞതിന് ശേഷമുള്ള അവസ്ഥകൾ, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ആ റിലേഷൻഷിപ്പിൽ എന്ത് തന്നെയാകട്ടെ, അത് ഭാര്യാഭർത്തൃ ബന്ധമാകട്ടെ, മക്കളാകട്ടെ, വേർപിരിഞ്ഞു പോയവരാകട്ടെ, നിങ്ങളോട് പിണങ്ങിപ്പോയവരാകട്ടെ, നല്ല സുഹൃത്തുക്കളാകട്ടെ, എന്ത് തന്നെയാകട്ടെ, അത് നിങ്ങൾ ആഗ്രഹിച്ച ആ കാര്യം, ആ ഒരു ബന്ധം ഊഷ്മളമായി കഴിയുമ്പോൾ അവിടെ എന്തെല്ലാം നടക്കുമോ, ഒരുമിച്ച് ഒരു പാർട്ടിക്ക് പോകുന്നതായി, ഡ്രൈവിന് പോകുന്നതായി, എന്തൊക്കെയാണോ അതിന് ശേഷം നിങ്ങളുടെ മനസ്സിൽ ചില പ്ലാനുകളുണ്ട്. ആ പ്ലാനുകൾ നടപ്പാക്കുന്ന സീനുകൾ വൃത്തിയായി കണ്ണടച്ചിരുന്ന് ചിത്രങ്ങളായോ ചലച്ചിത്രങ്ങളായോ സങ്കല്പിക്കുക. ഇനി ഒരു പരീക്ഷാ വിജയത്തിന് വേണ്ടി എങ്ങനെ വിഷ്വലൈസിംഗ് ഉപയോഗിക്കണമെന്ന് നോക്കാം. പഠിക്കാതെ പോയി പരീക്ഷ എഴുതി വിഷ്വലൈസിംഗ് മാത്രം ചെയ്ത് വിജയിക്കാമെന്നല്ല ഈ ടെക്നിക്കിന്റെ ഉദ്ദേശം. മൈൻഡ് ആൻഡ് മെത്തേഡ് മീൻസ് നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുകയും വേണം, റൈറ്റ് ആക്ഷൻ പ്ലസ് റൈറ്റ് മൈൻഡ് സെറ്റ്. ആ റൈറ്റ് മൈൻഡ് സെറ്റിന്റെ ഭാഗം മാത്രമാണ് വിഷ്വലൈസിംഗ് 50-50. അപ്പം ആ പഠിക്കാനുള്ളത് പഠിക്കുകയും വേണം. അതല്ലാതെ വിഷ്വലൈസിംഗ് പഠിച്ചിട്ട് പഠിക്കാതെ അങ്ങ് പോയി വിഷ്വലൈസിംഗ് ചെയ്ത് വിജയിക്കാമെന്നല്ല കരുതേണ്ടത് വിദ്യാർത്ഥികളും മുതിർന്ന വിദ്യാർത്ഥികളും എല്ലാം തന്നെ. പക്ഷേ ഇത് രണ്ടും കൂടെ സമന്വയിക്കുമ്പോൾ വൻ വിജയം, വൻ റിസൾട്ട് ഉറപ്പ് തന്നെയാണ്. അപ്പം പരീക്ഷാ വിജയത്തിന് വേണ്ടി എങ്ങനെയാണ് വിഷ്വലൈസിംഗ് ചെയ്യേണ്ടത്? അവിടെ പഠിക്കുന്ന കാര്യങ്ങളല്ല വിഷ്വലൈസ് ചെയ്യേണ്ടത്, അത് നിങ്ങൾ പഠിച്ചുകൊള്ളുക. പഠിക്കുന്ന കാര്യമല്ല വിഷ്വലൈസ് ചെയ്യേണ്ടത്, ആ പരീക്ഷ റിസൾട്ട് വരുന്ന മോമെന്റ്, ആ നിമിഷം പരീക്ഷ റിസൾട്ട് ഏത് രീതിയിലാവട്ടെ, നെറ്റിൽ നോക്കിയാകട്ടെ, നേരിട്ട് പോയാകട്ടെ, ഏത് രീതിയിലാണോ, അതിപ്പോ എന്താ പറയുക, 10ാം ക്ലാസ് മുതൽ IAS എക്സാമിന്റെ വരെ ആകാം. ഏത് പരീക്ഷയാണോ അതിപ്പോ ഏത് പ്രൊഫഷണൽ ആൻഡ് ഏത് പരീക്ഷകളാകട്ടെ, ഏത് കോഴ്സ് ആവട്ടെ, ആ റിസൾട്ട് വരുന്ന ദിവസം, ആ റിസൾട്ട് അറിഞ്ഞതിന് ശേഷമുള്ള സന്ദർഭങ്ങൾ, നിങ്ങൾ ഓടിപ്പോയി വീട്ടിൽ പോയിട്ട് അമ്മയെ കെട്ടിപ്പിടിക്കുന്നു, പിതാവിനെ കെട്ടിപ്പിടിക്കുന്നു, സഹോദരങ്ങൾ തമ്മിൽ കെട്ടിപ്പിടിക്കുന്നു, ഹഗ് ചെയ്യുന്നു, ഹാപ്പി, സന്തോഷം, ആ ലഡു ഒക്കെ വാങ്ങിക്കുന്നു. ആ പരീക്ഷ പാസ്സായി കഴിഞ്ഞതിന് ശേഷമുള്ള സന്ദർഭങ്ങൾ സങ്കല്പിക്കുന്നു, വിഷ്വലൈസ് ചെയ്യുന്നു. ചിത്രങ്ങളായോ ചലച്ചിത്രങ്ങളായോ, ഇത്രയേ ഉള്ളൂ പരീക്ഷാ കാര്യത്തിൽ. ഇനി ഒരു വിദേശ മൈഗ്രേഷൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ, വിദേശത്ത് സെറ്റിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ സിമ്പിൾ തന്നെ. ഇപ്പൊ നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ട്. ആ വിദേശത്ത് എത്തി സെറ്റിൽ ആയതിനു ശേഷമുള്ള, അവിടെ എത്തി നിങ്ങളുടെ വീട്ടിലേക്ക്, അപ്പാർട്ട്മെന്റിലേക്ക്, എവിടെയാണ് അവിടെ ആ സ്ഥലത്തേക്ക് എത്തിയതിന് ശേഷം വീട്ടിലേക്ക് വിളിച്ച് പറയുന്നത് മുതൽ അവിടെ നിങ്ങൾ സാമഗ്രികളൊക്കെ ഒരുക്കി വെക്കുന്നതുമായിട്ടൊക്കെ ആ സംഭവം നടന്നു കഴിഞ്ഞതിന് ശേഷമുള്ള അവസ്ഥ, വിദേശ മൈഗ്രേഷനൊക്കെ വൻ റിസൾട്ട് കിട്ടുന്നതാണ് എല്ലാ കാര്യങ്ങളിലും തന്നെ. അതുപോലെ ഒരു സിമ്പിൾ ഒരു വിദേശ ടൂർ പ്ലാൻ ചെയ്യുന്നവരാണെങ്കിലും, ഒരു ടൂർ ആണെങ്കിലും ചിലപ്പോൾ കുറെ കാലങ്ങളായിട്ട് നീട്ടി വെക്കേണ്ടി വന്നിട്ടുണ്ടാകാം. ആ തടസ്സം മാറി അത് കിട്ടാൻ വേണ്ടി മൈൻഡിന്റെ ഭാഗം കൂടെ ശരിയാക്കാൻ വേണ്ടിയിട്ട് ആ ടൂർ നടപ്പാകുന്ന സീനുകൾ, സിംഗപ്പൂർ എത്തുന്നു, ദുബായിൽ എത്തുന്നു, UK എത്തുന്നു, മൊറീഷ്യസിൽ എത്തുന്നു, എവിടെയൊക്കെയാണ് നിങ്ങൾക്ക് പോകേണ്ടത് ആ ഓരോ സ്ഥലങ്ങളിൽ നിങ്ങൾ പോയി ഇറങ്ങുന്നതും അവിടെ ഒക്കെ കണ്ട് ആസ്വദിച്ച് നടക്കുന്നതും, നിങ്ങളും ആരൊക്കെ കൂടെയാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതൊക്കെ സംഭവിക്കുന്ന സീനുകൾ. അതിന് മുൻപുള്ള പാസ്പോർട്ട്, വിസ ഇഷ്യൂസ് ഒന്നുമല്ല. ആ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത്, ഇപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ വ്യക്തമാണ്, കുറച്ചധികം വിശദീകരണമായിട്ടുണ്ട് എല്ലാ കാര്യങ്ങളിലും. ഇനി ഈ കാര്യത്തിൽ ആർക്കും ഇതിൽ സംശയം ഉണ്ടാകുമെന്ന് കരുതുന്നില്ല, പക്ഷെ കുറച്ച് കാര്യങ്ങൾ കൂടെ മനസ്സിലാക്കാനുണ്ട്. ഏതായാലും വിദേശ മൈഗ്രേഷന്റെ കാര്യത്തിലും ടൂറുകളുടെ കാര്യത്തിലും ഒക്കെ അത് സംഭവിച്ചതിന് ശേഷമുള്ള കാര്യങ്ങൾ തന്നെ സങ്കല്പിക്കുക. അതുപോലെ ഒരു കായിക പ്രകടനത്തിലെ വിജയമാണെങ്കിലും അങ്ങനെ തന്നെ, ഒരു കായിക മത്സരത്തിലാണെങ്കിൽ അത് വിജയിച്ചതിന് ശേഷമുള്ള സന്ദർഭങ്ങൾ, കലാമത്സരങ്ങളാണെങ്കിലും ആ വിജയിച്ചതിന് ശേഷം അവിടെ എന്ത് സംഭവിക്കുമോ അത് നിങ്ങൾക്കറിയാം, ഇനി വിശദീകരിക്കുന്നില്ല. ആ കായിക മത്സരമാകട്ടെ, കലാമത്സരമാകട്ടെ, അത് വിജയിച്ചതിന് ശേഷമുള്ള സന്ദർഭങ്ങൾ വിഷ്വലൈസ് ചെയ്യുക. ഇനി ഒരു വമ്പൻ ബിസിനസ് സാമ്രാജ്യത്തിന് ഉടമയാകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു വമ്പൻ ബിസിനസ് സാമ്രാജ്യം നടന്നു കഴിഞ്ഞു, അതിന്റെ രജിസ്ട്രേഷനോ കാര്യങ്ങളോ എന്തൊക്കെയെന്ന് കഴിഞ്ഞു, സ്റ്റാഫ് ഓഫീസ് എല്ലാം സെറ്റായി കഴിഞ്ഞു, നിങ്ങൾ ആ മുറിയിലേക്ക് വന്ന് നിങ്ങൾ ആ ചെയറിൽ ഇരുന്നിട്ട് നിങ്ങളുടെ ആ ഓഫീസും മറ്റു കാര്യങ്ങളൊക്കെ അവിടെ പുറത്ത് ഗ്ലാസ് ഡോറിലൂടെ അവിടെ സ്റ്റാഫൊക്കെ ഇരിക്കുന്നതൊക്കെ നിങ്ങൾ കാണുന്നു. ആ ഒരു സംഭവം നടന്നു കഴിഞ്ഞതിന് ശേഷമുള്ള അവസ്ഥകൾ സങ്കല്പിക്കുന്നു. ഇതാണ് വിഷ്വലൈസിംഗിന്റെ ഏറ്റവും ശരിയായ, ഏറ്റവും വൃത്തിയായ രൂപം. സെന്റി അടിച്ചല്ല പല സന്ദർഭങ്ങളും കാണേണ്ടത്. വളരെ ഹാപ്പിയായി, ആത്മാഭിമാനത്തോടെ ആ ലക്ഷ്യങ്ങൾ നടന്നു കഴിഞ്ഞതിന് ശേഷമുള്ള കാര്യങ്ങൾ സങ്കല്പിക്കുക. ഇനി 1-2 സംശയ ദൂരീകരണങ്ങൾ കൂടെ നമുക്ക് നടത്താം. പ്രധാനമായും ഓർക്കേണ്ടുന്നത് റൈറ്റ് ആക്ഷൻ പ്ലസ് റൈറ്റ് മൈൻഡ് സെറ്റ്. ആക്ഷൻ മാത്രം പോരാ, മൈൻഡ് സെറ്റും റൈറ്റ് ആയിരിക്കണം.
മൈൻഡ് സെറ്റ് മാത്രം പോരാ, ആക്ഷനും വേണം. ഇതുകൊണ്ടാണ് നിങ്ങൾക്ക് ലോകമെമ്പാടും നോക്കിയാൽ കാണാം, ലോകത്ത് ഏത് മേഖലയിലും 90% ആളുകളും പരാജയപ്പെടുന്നു. അതിൽ അറിവുള്ള, കഴിവുള്ള, വിദ്യാഭ്യാസമുള്ള, കഠിനാധ്വാനികളായ ബുദ്ധിശാലികൾ പോലും പരാജയപ്പെടുന്നതും ഇതൊന്നുമില്ലാത്തവർ വിജയിക്കുന്നതും കാണാം. എന്തുകൊണ്ടെന്നാൽ ഈ രണ്ടും സമന്വയിക്കുന്നില്ല. ഇവർ ആ കഠിനാധ്വാനം ഒക്കെ ചെയ്യും, എന്നിട്ട് കഠിനാധ്വാനം ചെയ്യും, അതിനുവേണ്ടി പ്രയത്നിക്കും, എന്നിട്ട് മൈൻഡ് സെറ്റ് എന്തായിരിക്കും, ഓ ഇതൊന്നും നടക്കില്ല, പണി ശരിയല്ല, എൻ്റെ കാര്യം പോക്കാണ്, എന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല. അപ്പോൾ അത് രണ്ടും കൂടെ സമന്വയിക്കുന്നതിന് വേണ്ടിയാണ് ഈ വിഷ്വലൈസിംഗ് എന്ന ടെക്നിക്ക്. മൈൻഡ് പവർ, മൈൻഡ് ആൻഡ് മെത്തേഡ്. ദേഹശക്തി കൊണ്ടാണോ മനഃശക്തി കൊണ്ടാണോ ലക്ഷ്യങ്ങൾ നേടാൻ കഴിയുക എന്ന് ചോദിച്ചാൽ എല്ലാവർക്കും അറിയാം മനഃശക്തി കൊണ്ടാണ് എന്നുള്ളത്. അപ്പോൾ ആ മനഃശക്തി കൂടെ സമന്വയിപ്പിക്കാൻ, റൈറ്റ് ആക്കാൻ 50-50 ആണ്. ആ മനഃശക്തി റൈറ്റ് ആക്കാനുള്ള, മൈൻഡ് സെറ്റ് റൈറ്റ് ആക്കാനുള്ള ലോകത്തിലെ ഏറ്റവും ടോപ്പ് ടെക്നിക്കാണ് വിഷ്വലൈസിംഗ്. അതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ വിഷ്വലൈസിംഗ് മാത്രം ചെയ്തിട്ട് ഒന്നും ചെയ്യാതിരുന്ന ലക്ഷ്യങ്ങൾ നേടാൻ കഴിയുമെന്ന് ചിന്തിക്കരുത്. പക്ഷേ ഒരു കാര്യമുണ്ട്, അങ്ങനെയും നേടുന്നവരുണ്ട്. പക്ഷേ സാധാരണക്കാർക്ക് അല്ലെങ്കിൽ നമ്മളെ പോലുള്ളവർക്ക് ഞാനത് റെക്കമെൻഡ് ചെയ്യില്ല. അങ്ങനെ നേടുന്നവരുണ്ട്, ഇല്ല എന്ന് പറയാൻ കഴിയില്ല, അനേകരുണ്ട്. അതിൽ ആധുനികരുമുണ്ട്, പൗരാണികരുമുണ്ട്. ഇപ്പോൾ ആധുനികമായിട്ട് ചെയ്യാതെയല്ല എങ്കിൽ പോലും ഒരു ശാരീരിക ശേഷി പോലും ഇല്ലാത്തവരും വമ്പൻ നേട്ടങ്ങൾ നേടിയവരുണ്ട്. അതിലൊരു ക്ലാസിക് എക്സാമ്പിളാണ് സ്റ്റീഫൻ ഹോക്കിംഗ്. ശരീരം മൊത്തം അനക്കാൻ കഴിയാതെ കണ്ണും വായും മാത്രം, കൈകൾ പോലും അനക്കാൻ കഴിയാത്തൊരു മനുഷ്യൻ. ഭക്ഷണം കഴിക്കാനും കാണാനും മാത്രമുള്ള ശേഷി അദ്ദേഹത്തിന് ശാരീരികമായി ഉണ്ടായിരുന്നുള്ളൂ. അദ്ദേഹത്തിന്റെ മസ്തിഷ്കം മാത്രമേ ബാക്കി പ്രവർത്തിച്ചിരുന്നുള്ളൂ. മറ്റ് ആന്തരികാവയവങ്ങൾ മീൻസ് ചലനശേഷി ഇല്ലാതിരുന്നൊരു മനുഷ്യൻ. അങ്ങനെയും സാധിക്കും. പക്ഷെ അത് നമ്മളിപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് വെറുതെ ഒന്നും ചെയ്യാതിരുന്ന് നേടാമെന്ന് കരുതുന്നത് സാധാരണക്കാരുടെ ഒരു മനഃശക്തി വൈഭവം വെച്ച്, അതിൻ്റെ ഒരു പ്രഭാവം വെച്ച്, അതിൻ്റെ ഒരു എനർജി ലെവൽ വെച്ച് അത്ര കോമൺ ആയിട്ട് സാധിക്കുമെന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. പക്ഷേ ഇത് രണ്ടും കൂടെ സമന്വയിപ്പിച്ചാൽ അത് 100% റിസൾട്ട് കിട്ടുക തന്നെ ചെയ്യും. ഏതായാലും നിങ്ങളുടെ ഏത് ലക്ഷ്യവും 100% ഉറപ്പായി നേടാൻ കഴിയും, റിസൾട്ട് കിട്ടും. നിങ്ങൾക്ക് ചെയ്യാനുള്ളത് ചെയ്യുക. അത് വലിയ മലമറിച്ചൊന്നും ചെയ്യണമെന്നില്ല. ആത്മാർത്ഥതയോടെ, അർപ്പണബോധത്തോടെ നിങ്ങളുടെ മേഖലയിൽ വ്യാപരിച്ചുകൊണ്ടേയിരിക്കുക. അതോടൊപ്പം ഈ വിഷ്വലൈസിംഗും കൂടെ ചെയ്താൽ അത് 100% റിസൾട്ട് കിട്ടുക തന്നെ ചെയ്യും. കാരണം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, നിങ്ങൾ ഏത് മേഖലയിലാണോ വിജയിക്കാൻ ഉദ്ദേശിക്കുന്നത്, ഏത് ലക്ഷ്യമാണോ നിങ്ങൾക്കുള്ളത്, ആ ലക്ഷ്യം നേടിയ അനേകർ ലോകത്തുണ്ട്. അതിൽ പലരും നിങ്ങളെക്കാളും അറിവും കഴിവും ബുദ്ധിയും വിദ്യാഭ്യാസവും കഠിനാധ്വാന ശേഷിയും കുറഞ്ഞവരുമാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും കഴിയുക തന്നെ ചെയ്യും. ഇവിടെ ദേഹശക്തി കൊണ്ടാണോ മനഃശക്തി കൊണ്ടാണോ നേടാൻ കഴിയുക എന്ന് ചോദിച്ചാൽ മനഃശക്തി കൊണ്ടാണ് നേടാൻ കഴിയുക എന്നുള്ള ഉത്തരം നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞു. ഇനി അതിൽ എന്താണ് ഈ മനഃശക്തി, അത് ഈ വിഷ്വലൈസിംഗുമായിട്ട് എങ്ങനെയാണ് ലിങ്ക് ആകുന്നത്, അതുകൂടെ ഒന്ന് കണ്ടുപോകാം. നിങ്ങൾ ജസ്റ്റ് അത് മനസ്സിലാക്കി പോകണം. ലെങ്ത് കൂടി എന്ന് കരുതി സ്കിപ്പ് ചെയ്ത് പോയാൽ അതിൻ്റെ ഒരു വ്യക്തത വരാനുള്ള സാധ്യത കുറവാണ്. ടെക്നിക്കൊക്കെ ചെയ്താലും മതി. ഈ സയൻസ് ഒന്നും മനസ്സിലാക്കണമെന്നൊന്നുമില്ല. ആ ടെക്നിക്കൊക്കെ ചെയ്താൽ ഫലം കിട്ടിക്കോളും. എങ്കിലും അതുകൂടെ അറിഞ്ഞിരുന്നാൽ നല്ല കാര്യം തന്നെ. അപ്പോൾ എന്താണ് ഈ മനഃശക്തി എന്നാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. പെട്ടെന്ന് ചുരുക്കി പറയാം, മനഃശക്തി എന്നാൽ ചിന്ത മാത്രമാണ് മനഃശക്തി. നമുക്ക് നേരിട്ട് കൺട്രോൾ ചെയ്യാൻ കഴിയുന്ന ഒരേ ഒരു മനഃശക്തി ചിന്തയാണ്. നിങ്ങൾ മറ്റു പല മനഃശക്തി പേരുകളും കേട്ടിട്ടുണ്ടാവും. ആത്മവിശ്വാസം, ഇച്ഛാശക്തി, ധൈര്യം, ബേണിംഗ് ഡിസയർ, അങ്ങനെ പലതും. അതെല്ലാം ചിന്ത തന്നെയാണ്. അത് തലനാരിയുടെ കീറി പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. ആത്മവിശ്വാസം എന്നാൽ എനിക്ക് കഴിയുമെന്ന ചിന്തയാണ്. ഇച്ഛാശക്തി എന്നാൽ എനിക്കത് കഴിഞ്ഞേ പറ്റൂ എന്ന ചിന്തയാണ്. ധൈര്യം എന്നാൽ എനിക്കത് അപകടം കൂടാതെ നടപ്പാക്കാൻ കഴിയുമെന്ന ചിന്തയാണ്. ഒരു നെഗറ്റീവ് മനഃശക്തി എടുത്താൽ, നെഗറ്റീവ് മൈൻഡ് പവർ എടുത്താൽ, ഭയം, ഞാനത് ചെയ്താൽ അപകടം പറ്റിയേക്കുമെന്ന ചിന്തയാണ്. ബേണിംഗ് ഡിസയർ, തീവ്രമായ ആഗ്രഹം എന്നാൽ എനിക്കത് വേണം എന്ന ചിന്തയാണ്. നിങ്ങൾ ഏത് മനഃശക്തി എടുത്ത് തലനാരിയുടെ കീറിയാലും അത് ലാസ്റ്റ് ചിന്തയിലായിരിക്കും എത്തുക. അപ്പോൾ ഒരേ ഒരു മനഃശക്തി ചിന്തയാണ്. അതാണ് മനഃശക്തി. അപ്പോൾ എന്താണ് വിഷ്വലൈസിംഗ്? ചിന്തയുടെ 2 രൂപങ്ങളാണ് ഐഡിയ ആൻഡ് ഇമേജ്. ചിത്രങ്ങളും ആശയങ്ങളും, ഇമേജുകളും ആശയങ്ങളും. ഐഡിയ ആൻഡ് ഇമേജ്, ചിന്തയുടെ 2 രൂപങ്ങൾ, ഐഡിയ ആൻഡ് ഇമേജ്. അതിൽ നമ്മുടെ ലക്ഷ്യങ്ങൾ നമ്മുടെ ലക്ഷ്യങ്ങൾ ചിത്രങ്ങളായി, നമുക്ക് വിശദീകരിച്ച് പോയതാണ്. നമ്മുടെ ലക്ഷ്യങ്ങൾ ചിത്രങ്ങളായി, ഇമേജുകളായി ബ്രെയിനിലേക്ക് കൊടുക്കുന്ന ടെക്നിക്കാണ് വിഷ്വലൈസിംഗ്. ഇനി ഐഡിയ ആയി കൊടുക്കുന്ന ടെക്നിക്കുണ്ട്, ഓട്ടോ സജഷൻ. അത് ഞാൻ ഏതായാലും ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ച് ഇതിനെയും വലിച്ചു നീട്ടുന്നില്ല, അത് മറ്റൊരു വീഡിയോ ചെയ്യാം. ഈ 2 ടെക്നിക്കാണ് ടോപ്പ് ടെക്നിക്ക്. ഇതിനെക്കുറിച്ച് 1-2 കാര്യങ്ങൾ പറയാനുണ്ട്, ശ്രദ്ധിക്കണേ. ഈ 2 ടെക്നിക്കാണ് ലോകത്തിലെ ഏറ്റവും മോഡേൺ മനഃശാസ്ത്ര അധിഷ്ഠിതമായിട്ടുള്ള ഏറ്റവും ടോപ്പ് ടെക്നിക്കുകൾ. വിഷ്വലൈസിങ്ങും ഓട്ടോ സജഷനും. ചിന്തയുടെ തോട്ടിൻ്റെ 2 രൂപങ്ങൾ. നമുക്ക് ബ്രെയിനിലേക്ക് മനഃശക്തി കൊടുക്കാൻ കഴിയുന്ന ചിന്തയാണ് മനഃശക്തി. അത് കൊടുക്കാൻ കഴിയുന്ന 2 രൂപങ്ങൾ, ഐഡിയ ആൻഡ് ഇമേജ്. അതിൽ ഇമേജ് ആയി കൊടുക്കുന്ന ടെക്നിക്കാണ് വിഷ്വലൈസിംഗ്. ഓട്ടോ സജഷൻ, ആശയങ്ങളായി കൊടുക്കാൻ കഴിയുന്ന ടെക്നിക്കാണ് ഓട്ടോ സജഷൻ. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വിഷ്വലൈസിംഗ് ആണ്, ഇമേജ് ആയി. ഇപ്പോൾ നിങ്ങൾക്ക് എന്താണ് വിഷ്വലൈസിംഗിന്റെ സയന്റിഫിക് ബേസ് എന്ന് കൂടെ മനസ്സിലാകുന്നുണ്ട്. മനഃശക്തി
ഉപയോഗിക്കുന്നു. നമ്മുടെ വിന്നിങ് മൈൻഡ് സെറ്റ്, നമ്മുടെ ലക്ഷ്യങ്ങൾ നേടാൻ വേണ്ടി മനഃശക്തി ഉപയോഗിക്കുകയാണ്. എന്താണ് മനഃശക്തി? ചിന്ത. കണ്ടു കഴിഞ്ഞു. ചിന്തയുടെ 2 രൂപങ്ങളിൽ ഒന്നാണ് ഇമേജ് ആയി കൊടുക്കുക. ഇമേജ് മീൻസ് അത് മൂവിങ് ഇമേജ് ആകാം, സ്റ്റിൽ ഇമേജ് ആകാം. അതാണ് ചിത്രങ്ങളായോ ചലച്ചിത്രങ്ങളായോ സങ്കല്പിക്കാം എന്ന് പറയുന്നത്. കണ്ണടച്ചിരുന്ന് സങ്കല്പിക്കുന്നു. ഇത് നിങ്ങൾക്ക് വൈകുന്നേരം ചെയ്യുകയാണ് കൂടുതൽ ഉത്തമം. വൈകുന്നേരം ചെയ്യുകയാണ് കൂടുതൽ ഉത്തമം, ഉറങ്ങുന്നതിന് തൊട്ട് മുൻപ്. എന്തുകൊണ്ടെന്നാൽ ഉറക്കത്തിൽ നാം സബ് കോൺഷ്യസ് മൈൻഡിന്റെ നിയന്ത്രണത്തിലാണ്. അപ്പോൾ ഉറങ്ങുന്നതിന് തൊട്ട് മുൻപ് കൊടുക്കുന്ന കാര്യങ്ങളാണ് നൈറ്റ് ഉപബോധ മനസ്സ് പ്രയോറിറ്റി കൊടുത്ത്, മുൻഗണന കൊടുത്ത് വർക്ക് ചെയ്യുന്നതെന്നാണ് ഏതാണ്ട് പഠനങ്ങൾ പറയുന്നത്. അതൊക്കെ ഇപ്പോഴും പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. എന്തായാലും നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. വൈകുന്നേരം ചെയ്യുന്നതായിരിക്കും കൂടുതൽ ഉത്തമം. അതുപോലെ ഈ ടെക്നിക്ക് ചെയ്യാൻ ഇരിക്കുമ്പോൾ ആദ്യം നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യത്തിൽ ആരംഭിക്കുക. അതിപ്പോൾ ഉദാഹരണം വീടാണെങ്കിൽ ആ വീട് നേടിക്കഴിഞ്ഞ സീനുകൾ നിങ്ങൾക്ക് അത് തന്നെ, അത് ഒരു അതീവ പ്രാധാന്യമുണ്ടെങ്കിൽ നിങ്ങൾക്കത് ആ ഒരു സീൻ തന്നെ റിപ്പീറ്റ് ചെയ്യാം. ഒരു സീൻ, ഒരു ലക്ഷ്യം ഒരു 6 സെക്കൻഡോ 10 സെക്കൻഡോ മതി. ആ വീട് നേടിക്കഴിഞ്ഞ സീന് നേരത്തെ പറഞ്ഞതുപോലെ ബന്ധുക്കളൊക്കെ വരുന്നു, ലഡുവൊക്കെ ചെയ്ത് ഡീറ്റെയിൽസ് പറഞ്ഞുവല്ലോ, അതുപോലെ അതൊരു 6 സെക്കൻഡോ 10 സെക്കൻഡോ മതി. അത് വീണ്ടും ഒന്ന് റിപ്പീറ്റ് ചെയ്യാം, വീണ്ടും റിപ്പീറ്റ് ചെയ്യാം. അങ്ങനെ എത്ര പ്രാവശ്യം വേണമെങ്കിലും റിപ്പീറ്റ് ചെയ്യാം. അതല്ലെങ്കിൽ അടുത്തതിലേക്ക് പോകാം. ജോലിയുടേതാകാം, വിവാഹമാകാം. അങ്ങനെ 1 by 1 ആയി എത്ര ലക്ഷ്യങ്ങൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഒറ്റ ഇരിപ്പിൽ ചെയ്യാൻ കഴിയും. മിനിമം ഒരു 5 മിനിറ്റ് എങ്കിലും സ്പെൻഡ് ചെയ്യുക. 20 മിനിറ്റോ 1 മണിക്കൂറോ സ്പെൻഡ് ചെയ്താലും കുഴപ്പമില്ല. അപ്പോൾ 1 മണിക്കൂറൊക്കെ ആകുമ്പോഴത്തേക്ക് ഒരുപാട് ടൈം ആവും. മറ്റു ടെക്നിക്കുകളും ഹോംവർക്കുകളും ഒക്കെ ചെയ്യുന്നവരായിരിക്കുമല്ലോ. ഏതായാലും ഇത് അവസാനിപ്പിക്കുമ്പോഴും ഏറ്റവും ആദ്യം പ്രധാനപ്പെട്ട ലക്ഷ്യത്തിൽ വേണം ആരംഭിക്കാൻ. അവസാനിപ്പിക്കുമ്പോഴും വേറെ തടസ്സങ്ങളോ ഡിസ്റ്റർബൻസോ തോണ്ടലോ ഫോൺ കോളോ ഒന്നുമില്ലാതെ നിങ്ങൾ സ്വസ്ഥമായിട്ട് നിങ്ങൾക്ക് ഇത് അവസാനിപ്പിക്കാൻ കഴിയുന്നെങ്കിൽ, അത് ഫിനിഷ് ചെയ്യാൻ കഴിയുന്ന സന്ദർഭങ്ങളിൽ ചിലപ്പോഴൊക്കെ സംഭവിക്കണമെന്നില്ലല്ലോ. അങ്ങനെ നിങ്ങൾക്ക് സ്വസ്ഥമായി ഫിനിഷ് ചെയ്യാൻ കഴിയുന്ന സാഹചര്യങ്ങളിലും വീണ്ടും ആരംഭിച്ച ആ ടെക്നിക്കിലേക്ക് വരിക. നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യത്തിലേക്ക് മടങ്ങി വരിക. വീണ്ടും ആ പ്രധാനപ്പെട്ട ലക്ഷ്യം ഒന്ന് സങ്കല്പിച്ചുകൊണ്ട് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിങ്ങൾക്ക് ബ്യൂട്ടിഫുൾ ആയ ഒരു സ്റ്റിൽ, ഒരു നിശ്ചലം പോലെ അവിടെ കണ്ടിട്ട് അതിനെ നോക്കി ഒരു ആത്മാർത്ഥമായ നന്ദി വാക്ക്, ഇതെല്ലാം കണ്ണടച്ചുകൊണ്ടാണ് ചെയ്യുന്നത് കേട്ടോ. ഒരു ആത്മാർത്ഥമായ നന്ദി വാക്ക് ഒരു 3 പ്രാവശ്യം മനസ്സിൽ പറഞ്ഞിട്ട് കണ്ണു തുറന്ന് ഒരു ജസ്റ്റ് ഒരു 1/2 മിനിറ്റ് അവിടെ ഇരുന്നതിന് ശേഷം എണീറ്റ് പോകാം. ആത്മാർത്ഥമായിട്ടുള്ള നന്ദി വാക്ക് മീൻസ് വെസ്റ്റേൺ ടെക്നിക്കിൽ പറയുന്നത് താങ്ക് യു എന്നാണ്. പക്ഷെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നന്ദി വാക്ക് ഉപയോഗിക്കാം. മുരുക നന്ദി എന്നോ, അള്ളാഹുവേ നന്ദി എന്നോ, യേശുവേ നന്ദി എന്നോ, എന്താണോ നിങ്ങളുടെ വിശ്വാസപ്രകാരമുള്ള നന്ദി വാക്ക്. അതായത് ഒരു ജസ്റ്റ് ഒരു താങ്ക് യുവിനെക്കാട്ടിലും ഒരു യുക്തിവാദിയോ ഒരു വെസ്റ്റേൺ പൗരനോ ജസ്റ്റ് താങ്ക് യു പറയുന്നതിനെക്കാട്ടിലും കുറച്ചുകൂടെ പവർഫുൾ ആയിരിക്കും ഒരു മതവിശ്വാസി തൻ്റെ വിശ്വാസപ്രകാരമുള്ള നന്ദി പറയുമ്പോൾ ഉണ്ടാകുന്ന ഇൻറ്റൻസിറ്റി, തീവ്രത. ഞാൻ ഒരു മതവിശ്വാസമോ ഒരു അന്ധവിശ്വാസമോ അതൊന്നും പഠിപ്പിക്കാൻ വന്നതല്ല, പക്ഷേ അതിന്റെ യാഥാർത്ഥ്യം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നു മാത്രം. ഇനി ഒരു കാര്യം കൂടെ മനസ്സിലാക്കിക്കോളൂ, തിരിച്ചറിഞ്ഞോളൂ. മനുഷ്യൻ സാക്ഷാത്കരിച്ച, മനുഷ്യൻ മാനിഫെസ്റ്റ് ചെയ്ത എല്ലാ കാര്യങ്ങളും, എല്ലാ ലക്ഷ്യങ്ങളും 2 പ്രാവശ്യം ക്രിയേറ്റ് ചെയ്യപ്പെട്ടതാണ്, 2 പ്രാവശ്യം നിർമ്മിക്കപ്പെട്ടതാണ്. ഒന്ന് ഒരാളുടെ മനസ്സിൽ, അതിനുശേഷം ഭൗതികമായി. എന്തുമാകട്ടെ, അതൊരു കെട്ടിടമാകട്ടെ, റോക്കറ്റ് ആകട്ടെ, വീടാകട്ടെ, ജോലിയാകട്ടെ, എന്ത് ലക്ഷ്യമാകട്ടെ, അത് 2 പ്രാവശ്യം നിർമ്മിതമാണ്, 2 പ്രാവശ്യം ക്രിയേറ്റഡ് ആണ്. ഒന്ന് ഒരാളുടെ മനസ്സിൽ, രണ്ടാമത് ഭൗതികമായി. അപ്പോൾ ഇതും അത് തന്നെയാണ് ഇവിടെ നടക്കുന്നത്. മനഃശക്തിയുടെ ഏറ്റവും മൂർത്ത രൂപം, ഏറ്റവും പവർഫുൾ രൂപം ഉപയോഗിച്ചുകൊണ്ട് ബ്രെയിനിലേക്ക് ഒന്നാമത് ആ ലക്ഷ്യം നിർമ്മിച്ചെടുക്കുന്ന പ്രക്രിയയാണ്. അപ്പോൾ അതാണ് വിഷ്വലൈസിംഗ് എന്ന ടെക്നിക്ക്. ലോകത്തിലെ ഏറ്റവും പ്രചാരമുള്ള ടെക്നിക്കാണ്, ലോകത്തിലെ ഏറ്റവും പവർഫുൾ എന്ന് ഖ്യാതിയുള്ള ടെക്നിക്കുമാണ്. ഏതായാലും ഇത്തരം അറിവുകൾ ലഭിക്കുമ്പോൾ അത് ഇവിടെ നിന്നല്ല, എവിടെ നിന്നായാലും അത് നാം ഉൾക്കൊണ്ടു, നാം സ്വാംശീകരിച്ചു, നാം അത് അക്സെപ്റ്റ് ചെയ്തു എന്നുള്ളതിന്റെ തെളിവായി എപ്പോഴും ഒരു ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്, ഒരു നന്ദിയുടെ മനോഭാവം പ്രകാശിപ്പിക്കുന്നത് നല്ലതാണ്. അതിനായിട്ട് നമ്മൾ ജസ്റ്റ് മനസ്സിൽ താങ്ക് യു എന്ന് പറയാം. അതുപോലെ ഇത്തരം കാര്യങ്ങൾ, ഇപ്പോൾ ആധുനിക ടെക്നോളജി മുന്നോട്ട് പോകുമ്പോൾ അത് നമുക്ക് യൂസ് ചെയ്യാം. ആ വീഡിയോയുടെ താഴെ ജസ്റ്റ് താങ്ക് യു എന്നൊന്ന് ടൈപ്പ് ചെയ്യുന്നത് അത് നാം ഉറപ്പിക്കുന്നതിൻ്റെ ഒരു അടയാളമായി മാറും. ഏതായാലും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്താനും ഓർക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. താങ്ക്